ഹായ് ഓൾ. അപ്പോ നമ്മളുടെ 2025 റെയിൽവേ ഒരു ആനുവൽ കലണ്ടർ റിക്രൂട്ട്മെന്റ് റിലേറ്റ് ചെയ്ത ഒരു ആനുവൽ കലണ്ടർ റെയിൽവേ പബ്ലിഷ് ഉണ്ടായിരുന്നു അല്ലെ. അതേപോലെ തന്നെ 2026 ആനുവൽ കലണ്ടർ റെയിൽവേ ഇപ്പോഴേ തന്നെ എന്താ പബ്ലിഷ് ചെയ്തു. അപ്പൊ 2026 റെയിൽവേ എന്താ എല്ലാ പോസ്റ്റിലേക്കും നോട്ടിഫിക്കേഷൻ ഇറക്കും എന്നുള്ള കാര്യത്തിൽ കൺഫേം ആയിട്ടുണ്ട്. ഇനിയിപ്പോ അത് വരുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് പല കാരണങ്ങൾ കൊണ്ട് കുറച്ചൊന്ന് ഡിലേ ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡിലേ ആവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എക്സാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് വളരെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഇപ്പൊ ജനുവരി വരെ നടന്നുകൊണ്ട് നിൽക്കുവാണ്. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യാം, ALPയുടേത് അതേപോലെ ടെക്നീഷ്യന്റേത്, സെക്ഷൻ കൺട്രോളർ, ജെഇ എന്നുള്ള രീതിയിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ എക്സാം നടത്തും. അപ്പൊ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലൊക്കെ അവിടെ എക്സാം നടത്താനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കാരണം വെച്ചാല് ഇതൊക്കെ എന്ത് ചെയ്യാം, CBT 1, CBT 2 ഒക്കെ കണ്ടക്ട് ചെയ്യാനുണ്ട്. ALPക്ക് CBAT വരെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒന്ന് സ്പീഡ് ആക്കും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അവിടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് എല്ലാം അവിടെ ഔട്ട് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് എക്സാം ഒക്കെ പെട്ടെന്ന് തന്നെ നടത്തുന്നുണ്ടാവും. അതുകൂടാതെ 2026 കലണ്ടർ എന്ത് ചെയ്യാം, ഇപ്പൊ റെയിൽവേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്ന പ്രകാരം ALPയുടേത് 30/6/2027 വരെയുള്ള വേക്കൻസീസ് ആയിരിക്കും അവിടെ അസസ്മെന്റ് നടത്തുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ ഇറക്കും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഫെബ്രുവരി മാർച്ച് ഒക്കെ ആവും അത്. പിന്നെ ടെക്നീഷ്യന്റേതാകുമ്പോൾ എല്ലാം 30/6/2027 വരെയാണ് പറഞ്ഞിരുന്നത്. ടെക്നീഷ്യനും സെക്ഷൻ കൺട്രോളറും കറസ്പോണ്ടിങ് മാർച്ച്, ഏപ്രിൽ 2026 നോട്ടിഫിക്കേഷൻ ഇറക്കുന്ന രീതിയിൽ. പിന്നെ നമ്മളുടെ JEE പാരാമെഡിക്കൽ കാറ്റഗറീസും അതുപോലെ NTPC UGയും ഗ്രാജുവേറ്റും അതുപോലെ തന്നെ 30/9/2027 വരെയുള്ള വേക്കൻസീസ് ആയിരിക്കും അസസ്മെന്റ് നടത്തുന്നുണ്ടാവുക. എന്നിട്ട് അതിൻ്റെത് നമ്മൾ ജൂലൈയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ജൂലൈ 2026, അത് മിക്കവാറും ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നുള്ള രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അത് പ്രപ്പോസൽ ഫോർ ഡ്രാഫ്റ്റർ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ കുറച്ച് വേണമെങ്കിൽ ഒന്ന് ഡിലേ ആവാം. ഓക്കെ. NTPCന്റേത് ഓഗസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് മിനിസ്റ്റീരിയൽ ഐസൊലേറ്റഡ് കാറ്റഗറിയും അതേപോലെ ലെവൽ 1 ഗ്രൂപ്പ് ഡിയുടേതും അത് സെപ്റ്റംബർ ഒക്ടോബർ എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. 31/12/2027 വരെയുള്ള വേക്കൻസീസ് ആയിരിക്കും അവിടെ അസസ്മെന്റ് അവിടെ നടന്നുണ്ടാവാം. ഇനിയിപ്പോ നിങ്ങളിപ്പം ലെവൽ 1 ഗ്രൂപ്പ് ഡിയുടേത് 2025 നോട്ടിഫിക്കേഷൻ ഈ മാസം അവസാനത്തോടു കൂടിയായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ ഇതിനൊക്കെ എന്താ ഓരോ നോഡൽ RRBസിനെ അവര് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കാണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ കംപ്ലീറ്റ് ചുമതല വരുന്നുണ്ടാവുക. അതായത് ഇപ്പം ALP ആണെങ്കിൽ RRB ജമ്മു ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3 കൂടി RRB ട്രിവാൻഡ്രം ആണ്. ജെയുടെ RRB ഭുവനേശ്വർ ആണ്. ഓക്കെ. ഇപ്രാവശ്യം ജെയുടെ കൊൽക്കത്തയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ ഓരോന്നിനും എന്താ ഓരോ RRBന് എന്താ അവരവിടെ അലോട്ട് ചെയ്തു, നോഡൽ RRB എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ജസ്റ്റ് റെയിൽവേയുടെ ഒഫീഷ്യൽ കലണ്ടർ വന്നു എന്നുള്ള ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. താങ്ക് യു.